ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. നമുക്കൊരു സ്ഥലത്ത് പോയാലോ? എവിടെ പോകുന്നതെന്ന് ഇവക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. അങ്ങനെ ഒരു സ്ഥലമാണ്, ഒരു വെള്ളക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയിട്ട് വരാം. ഇന്ന് സൺഡേ ആണ്. രാവിലെ എഴുന്നേറ്റു, ഉറക്കപ്പിച്ചെന്ന് ഞാൻ വിളിച്ച് എണിപ്പിച്ചുകൊണ്ട് പോവുക. കുറേ നാളായി കാണും നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. എന്തുകൊണ്ടാ ഒരു 15 ദിവസം ഞങ്ങൾ കടബംസി പോയേക്കുമായിരുന്നു സൈക്യാട്രി പോസ്റ്റിങ്ങിന്. അപ്പം അവിടെ ഫോണൊന്നും അലൗഡ് അല്ല, ഫോൺ എടുക്കാൻ പറ്റത്തില്ല, ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ നാളങ്ങനെ നിന്നിട്ട് പിന്നീട് ഓണത്തിൻ്റെയൊക്കെ ആണെങ്കിലും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഫോൺ എടുക്കാൻ പിന്നെ മടിയായി. പിന്നെ നമുക്ക് തിരിച്ച് വരണമല്ലോ, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാം. ഇവിടുന്ന് വേണം നമ്മൾ നേരെ നടക്കാൻ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മട്ടയിൽ അവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ നേരെ പോകണം. അവിടെയൊക്കെ കുറേ പട്ടിക്കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, കുരയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കടിക്കാൻ വന്നാൽ നിങ്ങളിപ്പോൾ ഒരു ഓട്ടം കാണേണ്ടി വരും. ഇപ്പം നമുക്ക് ഇനി കുറച്ച് കടബംസിനെ കുറിച്ച് പറയാം. കാരണം അല്ലാത്തൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും കുറേ പേരങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല. ഇതിപ്പം ആ തടാകമാണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല. അവിടോട്ട് ആ നടന്നു പോകുന്ന ഒരു രീതി, നടന്നു പോകുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ, ഇങ്ങനെ ഒരു വീഡിയോ ഇടാമല്ലോ. ഇതപ്പം നല്ല ഒരു ഭംഗിയുള്ളൊരു സാധനം കാണിക്കാം. കണ്ടോ, ആ മരമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് കർണാടകയുടെ ഏതോ ഉൾപ്രദേശമാണ്, കിടന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ രസമല്ലേ? ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ? നമുക്ക് മരവും ഇങ്ങനത്തെയൊക്കെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ അപ്പച്ചന്മാരവിടെ എന്തൊക്കെയോ തപ്പുന്നുണ്ട്. ബോൾ പോയി അങ്ങോട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് അല്ലേ? ചെറുക്കന്മാരാട്ടോ, അപ്പച്ചന്മാരൊന്നുമല്ല, ചെറുക്കന്മാർ ബോൾ തപ്പുമെന്ന് തോന്നുന്നു. പിന്നെ പിടിക്കുന്ന പോലെയല്ലേ, ഒന്നെങ്കിൽ ബോൾ തപ്പോ ഇല്ലെങ്കിൽ വെട്ടിനെ പിടിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കടബംസിനെ കുറിച്ച്. ദേവേ, എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ലെന്നല്ല, കൊള്ളാമോയെന്ന് ചോദിച്ചാൽ കൊള്ളാം, എന്നാൽ കൊള്ളത്തില്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഫുഡൊന്നും നമുക്ക് അവിടുത്തെ പറ്റത്തില്ലായിരുന്നു. ഫുഡാട്ടെ, ഫോൺ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ അതൊക്കെയായിരുന്നു സീന്. അല്ലാതെ എൻജോയ്മെൻ്റ് ഒക്കെ പറ്റി അല്ലേ? കുറേ പേരായിട്ട് മിണ്ടാനും കുറേ കൂട്ടുകാരെ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ പക്ഷെ വലിയൊരു കാര്യമായിരുന്നു. 15 ദിവസം പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്നായിരുന്നു. ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല, അവിടെ നിൽക്കാൻ തോന്നുവാ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് തീർന്നിട്ട് ഇവിടെ വന്നാൽ മതിയായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ആണ് 15 ദിവസം പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞങ്ങളവിടെ ഇരുന്നത്. ഇതൊക്കെ ഒരു അമ്പലമാണെന്നാണ് നിഗമനം. ഈ അമ്പലത്തിൽ വരുന്നത് നമുക്ക് വേറൊരു ഡ്രസ്സ് ഇടാം. ഇനി ഇടാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ ഹോസ്റ്റൽ ഷിഫ്റ്റ് ചെയ്യുവാണ്. ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഞങ്ങളെ ഈ മട്ടേന്നും ഈ ഒരു സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങളെ ഇനി ടൗണിലേക്ക് മാറ്റുവാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടോട്ട് മാറ്റുവാണ്. അപ്പം ഈ ആഴ്ച തന്നെ മാറ്റും. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണമല്ലോ, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ ദേവ കണ്ടിട്ടില്ല, പോലത്തെ സാധനം കയ്യെ പിടിച്ചത് മൊത്തം പോയി. ഇങ്ങനെ ഞൊട്ടെടുത്തിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ അത് പറിക്കാൻ പോയത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ വീഡിയോ മിസ്സായി. തിരിച്ചു പോകുമ്പോൾ അത് പറിച്ചിട്ട് ഞാൻ ഞൊട്ടടിച്ച് ഏൽപ്പിക്കാം അല്ലേ ദേവേ? ഈ സാധനം ഞങ്ങളെ പറ്റിക്കുന്നത് മഞ്ഞപ്പൂണ്ടോ? സ്ഥലം കണ്ടോ? പുറകിൽ മല, കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ നമുക്കൊരു കേരളം പോലെ നീട്ടേ. കേരളമല്ല, തമിഴ്നാട്. കർണാടകയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പച്ചപ്പ്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ.
പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങൾ. ഞങ്ങളുടെ സ്പോട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പം എത്തും. ഞങ്ങൾ ഇതിൽ സ്പീഡ് നടന്നെങ്കിൽ അങ്ങ് എത്തിയാനെ. ഇത് പക്ഷെ ഞങ്ങൾ എഴഞ്ഞെഴഞ്ഞ് നടന്നുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ സ്ഥലം ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ബാ. ഇതുവരെ ഞാൻ പോയിട്ടുള്ളയാ ഗൈസ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ബോട്ടാണോ ട്രക്കാണോ എന്തൊക്കെയോ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് വാസ് നൈസ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞങ്ങൾ പീക്കോക്ക് മല ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് മീൻ പിടിക്കാൻ ആളുകളൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് പോവുക. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് പോവാണ്. ടാറ്റാ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞാൻ എന്നും വീഡിയോ ഇടാൻ എന്താ പറയുക, എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ടാറ്റാ.